എന്താ പ്രശ്നം എന്നാ നിനക്ക് ഞാൻ 100 തവണ പറഞ്ഞിട്ടുള്ളല്ലേ ഫ്രീസറിൽ പാല് കയറ്റുന്നതിന് മുമ്പായിട്ട് സോപ്പിട്ട് കഴുകി സെറ്റ് ആക്കിയിട്ട് മാത്രമേ കയറ്റാവുള്ളൂ. ഇതിപ്പോ ഫ്രീസ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് മാത്രമല്ല, എനിക്ക് ആ ഫ്രീസറിനകം കൂടെ വൃത്തിയാക്കേണ്ടതുണ്ട്. കാരണം അറിയത്തില്ലേ, താഴെ വായിച്ചു നോക്കി ഈക്കോളയും സാൽമോണലയും അങ്ങനെ പറയുന്ന പല സാധനങ്ങൾ ഇതിന്റെയൊക്കെ പുറത്ത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രമേ ഫ്രിഡ്ജിൽ കയറ്റാവുള്ളൂ. പാലിന്റെ പാക്കറ്റിൽ ഇതുപോലെ നോർമലി കൊടുത്തിട്ടുണ്ടാവും പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന്. ആക്ച്വലി പാസ്ചറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഡിഗ്രിയിൽ താഴെ മൈൽഡ് ഹീറ്റിൽ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചൂടാക്കി ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ നശിപ്പിച്ചിട്ട് തണുപ്പിച്ച് ചില്ലാക്കി പാക്കേജ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് മൈക്രോ ഓർഗാനിസം ഒന്നും കാണില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറത്ത് എൻവയോൺമെന്റൽ കണ്ടാമിനേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് പാലായിക്കോട്ടെ വേറെ എന്ത് സാധനം ആയിക്കോട്ടെ കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രം ഫ്രിഡ്ജിൽ കയറ്റാനൊക്കെ ആയിട്ട് പറയുന്നത്. പിന്നെ സാനിറ്റൈസേഷൻ എന്ന് പറയുന്നത് സാനിറ്റൈസറിന്റെ സ്പ്രേ എടുത്തിട്ട് ഇങ്ങനെ ശുക്ക് നടിക്കുന്ന സാധനം മാത്രമല്ല, വൃത്തിയാക്കുന്ന പരിപാടികളെയൊക്കെ പറയുന്നത്, ഡിസിൻഫെക്ഷൻ പരിപാടികളൊക്കെ പറയുന്നത് സാനിറ്റൈസേഷൻ ആണെന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ കയ്യിൽ പറഞ്ഞു തരാനുള്ളത്. ആക്ച്വലി പാലിന്റെയൊക്കെ കവർ പ്ലാസ്റ്റിക് ആയതുകൊണ്ടും ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആയതുകൊണ്ടുമാണ് കേട്ടോ നമ്മളിത് സോപ്പിട്ട് പതിപ്പിച്ച് കഴുകുന്നത്. അല്ലാത്ത ഫുഡ് ഐറ്റംസിൽ നിങ്ങൾ സോപ്പിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല.